ലെറ്റ്സ് സ്പീക്ക്. നമുക്ക് സംസാരിക്കാം. ആക്യുറേറ്റായിട്ട് സംസാരിക്കാം, കറക്റ്റായിട്ട് സംസാരിക്കാം. നമ്മൾ കുറേ യൂസേജസ് മലയാളത്തിൽ നിന്ന് നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. പോരാണ്ട് ഇന്ത്യൻസ് യൂസേജസും കുറേ റോങ് ഉണ്ട്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്പീക്ക് ആക്യുറേറ്റ്ലി. ആർ യു റെഡി ടു സ്പീക്ക് കറക്റ്റ് ഇംഗ്ലീഷ്? ലെറ്റ്സ് സ്പീക്ക് ആക്യുറേറ്റ്ലി. യുവർ ഗുഡ് നെയിം പ്ലീസ്. ആരോടെങ്കിലും പറയണം യുവർ ഗുഡ് നെയിം പ്ലീസ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേര് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ എന്താ ഈ ഗുഡ് നെയിം പ്ലീസ്? റോങ് യൂസേജ്. മേ ഐ നോ യുവർ നെയിം ആണ് ഗുഡ് യൂസേജ്. യുവർ ഗുഡ് നെയിം പ്ലീസ് പറയരുത്. മേ ഐ നോ യുവർ നെയിം എന്ന് ചോദിച്ചാൽ മതി. ഇത് പൊളൈറ്റ് ആയിട്ടുള്ള യൂസേജ് ആണ്. മൈസെൽഫ്, ഐ എം ലതിക. നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മൈസെൽഫ് ഐ എം ലതിക എന്ന് പറയും. അത് റോങ് യൂസേജ് ആണ്. ഐ എം ലതിക സ്ട്രെയിറ്റ് ആയിട്ട് പേര് മാത്രം പറഞ്ഞാൽ മതി. ഹി ഡു നോട്ട് ഹാവ് എ പെറ്റ്. റോങ് യൂസേജ് ആണ്. ഹി ഡസ് നോട്ട് ഹാവ് എ പെറ്റ്. ഹി ഡസ് നോട്ട് ഹാവ് എ പെറ്റ്. ടുഡേ ഓഫീസ് ഈസ് ദെയർ. ഇന്ന് ഓഫീസ് ഉണ്ടോ? മലയാളത്തിൽ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത പോലെ. അത് റോങ് യൂസേജ് ആണ്. ഈസ് ടുഡേ എ വർക്കിംഗ് ഡേ. ടുഡേ ഓഫീസ് ഈസ് ദെയർ എന്ന് ചോദിക്കാൻ പാടില്ല. ഈസ് ടുഡേ എ വർക്കിംഗ് ഡേ. ഇന്ന് വർക്കിംഗ് ഡേ ആണോ? ദാറ്റ് ഓൺലി ഷീ ഈസ് എ ലയർ. അത് തന്നെ, അവളൊരു നുണച്ചിയാണ്. ദാറ്റ് ഓൺലി ഷീ ഈസ് എ ലയർ. അത് എക്സാക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ പോലെ ഇല്ലേ? ദാറ്റ് ഓൺലി ഷീ ഈസ് എ ലയർ. അപ്പോൾ കറക്റ്റ് ഇംഗ്ലീഷ് യൂസേജ് വന്നിട്ട് ദാറ്റ് വാസ് വാട്ട് ഐ സെഡ് ഷീ ഈസ് എ ലയർ. ദാറ്റ് വാസ് വാട്ട് ഐ സെഡ് ഷീ ഈസ് എ ലയർ. ഐ കെയിം ടു ടെമ്പിൾ ബൈ വാക്ക്. ഞാൻ അമ്പലത്തിലേക്ക് നടന്നാണ് വന്നത്. പക്ഷെ വാക്ക് പറയാൻ പറ്റില്ല, ബൈ ഫുട്ട് ആണ് വേണ്ടത്. ഐ കെയിം ടു ടെമ്പിൾ ബൈ വാക്ക് അല്ല, ഐ കെയിം ടു ടെമ്പിൾ ബൈ ഫുട്ട്. സമയം ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വാട്ട്സ് ദ ടൈം ഇൻ യുവർ വാച്ച്. പക്ഷെ കറക്റ്റ് യൂസേജ് വാട്ട് ഇസ് ദ ടൈം ബൈ യുവർ വാച്ച്. വാട്ട് ഇസ് ദ ടൈം ബൈ യുവർ വാച്ച്. വാട്ട് ഇസ് ദ ടൈം ഇൻ യുവർ വാച്ച് ഈസ് റോങ് യൂസേജ്. What is the time by your watch? His son-in-laws joined us. His son-in-laws joined us. Wrong usage. His sons-in-laws joined us. Wrong usage. His sons-in-law joined us. സൺസിൻ്റെ അവിടെ, സിസ്റ്റേഴ്സിൻ്റെ അവിടെ, ബ്രദേഴ്സിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ഹൈഫനേറ്റഡ് വേർഡ്സിൽ നമ്മൾ പ്ലൂറൽ ആഡ് ചെയ്യുക. His son-in-laws, wrong usage. His sons-in-law joined us. His sisters-in-law joined us. His brothers-in-law joined us. Okay? What is the time by your watch? I came to temple by foot. That was what I said. She is a liar. Is today a working day? He does not have a pet. I am Latika. Thank you. Speak correctly. Thank you. Please subscribe, like, share and comment.